നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കെട്ടിച്ചമച്ച കേസെന്നാണ് ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഈ സംഭവം നടക്കുന്ന ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് നടിക്ക് യാതൊരു ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് തന്നെ പുകഴ്ത്തിയാണ് നടി സംസാരിച്ചത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ അത് പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ നടിയുടെ പരാതിയിലും മൊഴികളിലും അടക്കം വൈരുദ്ധ്യങ്ങളുണ്ട് എന്നും ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. അതിനിടെ ബോബി ചെമ്മണ്ണൂരിന്റെ എതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും നവമി ദിനേശും ചേരുന്നു. ആദ്യം നവമിയിലേക്കാണ്. നവമി, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാണ്. അതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിനിടെ ബോബി ചെമ്മണ്ണൂരിന് കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടല്ലോ. അതെ ടോം, അങ്ങനെ തന്നെ കരുതാം. കാരണം അല്പസമയത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതി ഇതിലൊരു ഈ ജാമ്യാപേക്ഷയിൽ ഒരു തീർപ്പുണ്ടാകും, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്കായിരിക്കും ഇതിന്റെ ഒരു വിധി പറയുക. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഈ സ്ത്രീകളുടെ ശരീര സൗന്ദര്യത്തെ അല്ലെങ്കിൽ ശരീരത്തെ വർണ്ണിക്കുന്നതൊക്കെ അതൊരു ലൈംഗിക ചുവയോട് കൂടി തന്നെയാണെന്ന് കണക്കാക്കാം എന്ന തരത്തിലുള്ള ഒരു പരാമർശമൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ജാമ്യം കിട്ടുക അല്പം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് കരുതാം. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇഡിയുടെ ഒരു അന്വേഷണം കൂടി എത്തിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെ. അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇഡിയുടെ ഭാഗത്ത് നിന്നും ഉയരുന്നുണ്ട്. ഇതിനോടകം തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെ ഫിജി കാർട്ടിനെയും ക്രെഡിറ്റ് സൊസൈറ്റി എന്നിവയ്ക്കെതിരെയൊക്കെ വ്യാപകമായിട്ടുള്ള പരാതി വരുന്നൊരു സാഹചര്യമുണ്ടായി. പലപ്പോഴും ഇത് ഒരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഈ ചാരിറ്റിയുടെ പേരിൽ മറവിൽ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഹവാല ഇടപാടുണ്ട് എന്നൊക്കെ വലിയ രീതിയിലുള്ളൊരു ചർച്ചകൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇഡി ഇതിൽ ബോബി ചെമ്മണ്ണൂരിന്റെ സ്വത്തുക്കൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ ഫിജി കാർട്ട് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ വിദേശത്ത് കോടിക്കണക്കിന് രൂപ കടത്തിയതായും ഇഡിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നും കൂടി ഇഡി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച കുരുക്ക് മുറുകുകയാണ്. ഇഡി അന്വേഷണം കൂടി വരുന്ന സാഹചര്യത്തിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഈ നമ്മൾ പ്രതീക്ഷിച്ചത് സാധാരണ ഇത്തരത്തിലൊരു പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതി വരുന്നു, അല്ലെങ്കിൽ ആരോപണം ഉയരുമ്പോഴൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തണുപ്പൻ നിലപാടാണ് ഉണ്ടാകുന്നത്. പക്ഷേ മറിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും മണിക്കൂറുകൾക്കകം തന്നെയാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ നിന്ന് പോലും ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം. അതിനിടയിലാണ് ഇപ്പോൾ ഇഡി അന്വേഷണം കൂടി വന്നിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് ഇനി പുറത്തിറങ്ങുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും സ്റ്റേഷനുകളും ഇഡി ഓഫീസുകളും ഒക്കെ കയറി ഇറങ്ങേണ്ട സാഹചര്യം തന്നെയാണ് ഇനിയിപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് മുൻപിലുള്ളത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെ 2 സ്ഥാപനങ്ങൾ, അതായത് ഫിജി കാർട്ടും ക്രെഡിറ്റ് സൊസൈറ്റി എന്നിവ കേന്ദ്രീകരിച്ചൊരു അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഇതിൽ വിദേശത്തേക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശത്ത് നിന്നുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇഡി അന്വേഷിക്കുക. ഒപ്പം ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ചെമ്മണ്ണൂർ ജുവലേഴ്സും സംബന്ധിച്ചും ഒരു അന്വേഷണത്തിലേക്ക് തനിക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് അത് കെട്ടിച്ചമച്ച കേസാണ്. മാത്രമല്ല, ഈ നടിക്ക് ഇതിനു മുൻപ് ഇത്തരമൊരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. എപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്? അല്പസമയത്തിനകം, അതായത് കോടതി ലഞ്ച് ബ്രേക്കിന് ശേഷം ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് രാവിലെ വരെ ജില്ലാ കോടതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്കുകൾ നടന്നിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി നൽകാൻ ഉദ്ദേശിക്കുന്നു. അതേസമയം നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്.
ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ജില്ലാ കോടതിയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ കോടതി അവധിയായതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ജില്ലാ കോടതി ബെയിൽ റിജക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ മാറ്റിവെക്കുകയോ ചെയ്താൽ ഹൈക്കോടതിയിലേക്ക് തന്നെ പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലാൻ ബി എന്നുള്ള നിലയിൽ അത് ആപ്ലിക്കബിൾ ആക്കുകയായിരുന്നു അഭിഭാഷക സംഘം. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. അതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഹണി റോസ് തൻ്റെ ഈ ഉദ്ഘാടന സമയത്തുണ്ടായിരുന്ന ഈ വീഡിയോ അവരുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതാണെന്നും ഇത് ആ സമയത്ത് അവർ അത് ആസ്വദിച്ചിരുന്നെന്നും തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നെന്നും ബോബി ചെമ്മണ്ണൂർ തൻ്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ പറയുന്നു. മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി തന്നെ ഇരുട്ടിലാക്കുകയാണ്. യൂണിഫോം ഇടാത്ത ഒരു സംഘം വന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ തടഞ്ഞു വെക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബെയിൽ ആപ്ലിക്കേഷനിൽ പ്രധാനമായും ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ 2 ദിവസം മുൻപേ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഇങ്ങനെയാണ്. ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് ലൈംഗിക ചുവയോടുകൂടിയോ അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം വർണ്ണിക്കുന്ന തരത്തിലുള്ള ഏത് തരത്തിലുള്ള രീതികളും ഏത് തരത്തിലുള്ള പ്രയോഗങ്ങളും ഒക്കെ ലൈംഗിക അതിക്രമത്തിൻ്റെയും ലൈംഗിക അധിക്ഷേപത്തിൻ്റെയും പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നത്. 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ ഈ കാര്യം ബോധ്യപ്പെടുത്തിയിരുന്നു. ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അത് മാത്രമല്ല ഈ പ്രതി പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി പ്രോസിക്യൂഷന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോഴും ഇതിനകത്ത് പോലീസിന്റെ റിപ്പോർട്ട് തേടുക എന്നൊരു പ്രൊസീജിയറുണ്ട്. പോലീസിന്റെ റിപ്പോർട്ട് തേടുമ്പോഴും പോലീസും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഈ ഒരു കേസിൽ ഉണ്ടാക്കിയിരുന്ന നീക്കുപോക്കുകൾ കേരളം കണ്ടതാണ്. നാടകീയമായിട്ടുള്ള ആ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏതൊക്കെ തരത്തിലായാലും ഒരു സാധാരണക്കാരന് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിക്ക് നൽകുന്ന പരിഗണന മാത്രമേ ബോബി ചെമ്മണ്ണൂർ അതാണ്. കാരണം ഇവിടെ പോലീസിന്റെ റിപ്പോർട്ട് ഏറെ നിർണായകമാണ് ഈ കേസിൽ. അവിടെ പോലീസിനെതിരെയും ഗുരുതരമായ ആക്ഷേപം ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുന്നുണ്ടല്ലോ. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പോലീസിന്റെ അറസ്റ്റ് നടപടി നിയമവിരുദ്ധമാണ്. തന്നെ തടഞ്ഞു വെച്ചത് യൂണിഫോം ഇല്ലാതെ എത്തിയ ഒരു സംഘം ആളുകളാണ്. 24 മണിക്കൂറിനകം സമയം തന്നെ നിയമവിരുദ്ധമായി തന്നെ കസ്റ്റഡിയിൽ വെച്ചു തുടങ്ങിയ വാദങ്ങൾ കൂടി ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുന്നുണ്ടല്ലോ ആജ്ഞ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ജാമ്യാപേക്ഷയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായാൽ ഹൈക്കോടതി ഇതിനെ ഏത് തരത്തിൽ കാണും അല്ലെങ്കിൽ ജാമ്യ ഹർജി ഏത് തരത്തിൽ പരിഗണിക്കുമെന്നുള്ള കാര്യം കൂടി എടുക്കണമെങ്കിൽ പോലീസ് റിപ്പോർട്ട് തേടും. പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ജാമ്യം പരിഗണിക്കുന്ന അല്ലെങ്കിൽ ജാമ്യം തീരുമാനിക്കുന്ന ജാമ്യം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയുള്ളൂ. എന്നിരുന്നാലും ഇന്ന് കേസ് ഫയൽ സ്വീകരിച്ചാൽ മറ്റന്നാളത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെങ്കിൽ 2 ദിവസം കൂടി, അതായത് നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, പിന്നെ സൺഡേ ആണ്, ഈ 2 ദിവസങ്ങളും കോടതി അവധിയാണ്. ഈ 2 ദിവസം കൂടി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ കഴിയേണ്ടി വരും. ഇപ്പോഴും സാധാരണ ഒരു ജയിൽ റിമാൻഡ് തടവുകാരന് ലഭിക്കുന്ന പരിഗണന മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ ലഭിച്ചിട്ടുള്ളൂ. റിമാൻഡ് തടവുകാർക്കൊപ്പം തന്നെയാണ്, അതായത് പ്രത്യേക സെല്ലിലൊന്നും അല്ല ബോബി ചെമ്മണ്ണൂരിനെ പാർപ്പിച്ചിരിക്കുന്നത്, റിമാൻഡ് തടവുകാർക്കൊപ്പം തന്നെയാണ് പാർപ്പിച്ചിരിക്കുന്ന. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കൂടി കണക്കിലെടുത്ത് ഇന്നലെ ഇവിടെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ, ഈ വാദങ്ങൾ കേരളത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുന്ന തെറ്റായ മെസ്സേജാകും ഈ ബോബി ചെമ്മണ്ണൂരിന് ഈ കേസിൽ ജാമ്യം നൽകിയാലെന്ന് പ്രോസിക്യൂഷനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതി കഴിഞ്ഞിരുന്ന സാഹചര്യം തന്നെ ഹൈക്കോടതിയിലേക്കും വന്നേക്കാം എന്നൊരു ആശങ്ക അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ഈ 48 മണിക്കൂറും മീഡിയയോട് പ്രതികരിച്ച രീതിയും അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയോട് ഒട്ടും കൂസലില്ലാതെ, നീതിന്യായ വ്യവസ്ഥകളുടെ ശിക്ഷകളെ ഒട്ടും കൂസലില്ലാതെ അതിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളൊരു ബോഡി ലാംഗ്വേജുമായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മാധ്യമങ്ങളോട് വ്യക്തമായതാണ്. പോലീസ് ഈ കാര്യം കൂടി ഇന്നലെ പ്രോസിക്യൂഷനെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പോലീസ് കോടതിയിൽ ഈ കാര്യം
കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ കാര്യത്തിലും അതായത് ഈ ഒരു നിയമം അനുശാസിക്കുന്ന രീതികളോട് അല്ലെങ്കിൽ ശിക്ഷകളോട് ഏത് തരത്തിലാണ് പുച്ഛത്തോടു കൂടിയാണ് അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്തത്, അതിനോട് പ്രതികരിച്ചത്. ഒരു റെസിസ്റ്റൻസ് മോഡായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നത് എന്ന് പോലീസിന് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കോടതിക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കോടതിയെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് ഇന്നലെ ജാമ്യം തള്ളുന്നത്. പ്രതി പുറത്തേക്ക് പോയാൽ അദ്ദേഹം വിദേശത്തേക്ക് പോകും, അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് പോയാൽ അദ്ദേഹം വിദേശത്തേക്ക് പോകും. പരാതിക്കാരിയെ അപായപ്പെടുത്തുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. എന്താണ് ഇതിലെത്ര അടിയന്തര പ്രാധാന്യത്തോടെ ഈ കേസ് പരിഗണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ കേസല്ലേ എന്നാണ് ജഡ്ജി ചോദിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ കേസ് മാത്രമാണ്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു KSEBയിലെ ജീവനക്കാരിക്കെതിരായിട്ടുള്ള ലൈംഗിക അധിക്ഷേപ കേസിൽ പരിഗണിച്ചപ്പോൾ അന്ന് അതിരൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചതാണ്. മാത്രമല്ല, അന്ന് ഹൈക്കോടതിയുടെ പരാമർശവും ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിലും ഏറെ നിർണായകമായിരുന്നു. ഈ സ്ത്രീ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ, ലൈംഗിക അധിക്ഷേപങ്ങൾ, അതൊക്കെ ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് കൂടിയാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നു, എന്താണ് ഇതിന് ഇത്ര അടിയന്തര പ്രാധാന്യമുള്ളത്? ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ലാത്ത കേസാണിത്. പോലീസിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച കേസ് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ആജ്ഞ, വിശദാംശങ്ങൾ. അതെ ടോം, ചൊവ്വാഴ്ചത്തേക്ക് കേസ് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. ഈ കേസിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് കോടതി ചോദിക്കുന്നത്. ഒരു സാഹചര്യത്തിൽ കൂടി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പോലീസിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഹൈക്കോടതി ഇത് കഴിഞ്ഞാൽ, അതായത് ജാമ്യ ഹർജി പരിഗണിച്ചാൽ പോലീസിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യത്തിലേക്കാകും ഹൈക്കോടതി പോവുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി 2 ദിവസം അവധിയാണ്. ഇനി ചൊവ്വാഴ്ചത്തെയാണ് ഈ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ജാമ്യമില്ല, കേസ് അടുത്ത ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ, ബോബി ചെമ്മണ്ണൂരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയല്ലേ ഹൈക്കോടതിയിൽ നിന്നും? തീർച്ചയായിട്ടും ടോം കുര്യാക്കോസ്, ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ ഒരു മൂവ് തന്നെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തത് തന്നെ ഇന്ന് 2 ദിവസം അവധിയാണ്. അതായത് തിങ്കളാഴ്ചത്തേക്ക് കേസ് പരിഗണിക്കാൻ മാറ്റുമെന്നുള്ള ആശങ്കയിലാണ് ഇന്ന് തന്നെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തത്. അതായത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ ഹൈക്കോടതിയെ തന്നെ മൂവ് ചെയ്തത് ഈ ഒരു സാഹചര്യത്തിലേക്കായിരുന്നു. അത് ഒരു ദിവസം കൂടി കൂടുതലാണ്. ചൊവ്വാഴ്ചത്തേക്കാണ് കേസ് പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചത് മാത്രമേ ഉള്ളൂ. പോലീസിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും ജാമ്യ ഹർജിയിൽ ജാമ്യം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക പോലും കോടതി ചെയ്യുക. അതുകൊണ്ട് തന്നെ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കണം. പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഈ കേസിൽ ഇനി നീക്കുപോക്കുണ്ടാവുകയുള്ളൂ. ചൊവ്വാഴ്ച വരെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരുക തന്നെ ചെയ്യണമെന്നുള്ള സാഹചര്യത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിൽ മജിസ്ട്രേറ്റ് കോടതി മുതൽ ഉണ്ടായ വാദമുഖങ്ങൾ കൂടി ഒരുപക്ഷെ ഇനിയും വീണ്ടും ഹൈക്കോടതിയിൽ ആവർത്തിച്ചേക്കാം. അത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷനും പോലീസും കോടതിക്ക് മുൻപാകെ സമർത്ഥിക്കാൻ ശ്രമിച്ചേക്കാം. ഈ കാര്യങ്ങളൊക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ ഹൈക്കോടതി 2 ദിവസം മുൻപേ ലൈംഗിക അധിക്ഷേപത്തിന് പുതിയ നിർവചനം കൂടി മുന്നോട്ട് വെച്ച ഒരു സാഹചര്യം കൂടി ഇരിക്കെ ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടി ആയിരിക്കുന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ്. ചൊവ്വാഴ്ച മാത്രമേ, അതായത് കോടതി ഈ കേസ് പരിഗണിച്ച ശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ടോം, ബോബി ചെമ്മണ്ണൂർ 4 ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ട 3 ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം. ചൊവ്വാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത്. അതോടൊപ്പം ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നതിനിടെ ചില പരാമർശം കൂടി നടത്തുന്നുണ്ട്, ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മുതൽ ശ്രദ്ധിച്ചോളാമെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ രാമൻ പിള്ള കോടതിയിൽ പറയുകയുമുണ്ടായി. ഇനി മുതൽ ശ്രദ്ധിച്ചോളാം, അതായത് ഇനി മുതൽ ഇതുപോലുള്ള ഒരു പരാമർശം ഉണ്ടാകില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ കേസ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ
തനിക്ക് യാതൊരു കുറ്റബോധവുമില്ല, അതായത് പറഞ്ഞതിൽ താൻ യാതൊരു തെറ്റും പറഞ്ഞിട്ടില്ല, യാതൊരു വീഴ്ചയും ഒരു നാവുപിഴയോ തൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന ന്യായീകരണമായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതി ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണമെന്ന കോടതിയുടെ ഒരു വാക്കാലുള്ള പരാമർശം അത് സ്വാഭാവികമായും ഇനി ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ഉൾപ്പെടെ ഏറെ നിർണായകമായിരിക്കില്ലേ ആജ്ഞ? തീർച്ചയായിട്ടും. അതിനൊപ്പം കോടതി ഒരു കമന്റും നടത്താതെ ഹർജിക്കാരൻ ചൊവ്വാഴ്ച വരെ ജയിലിൽ സുരക്ഷിതമായിരിക്കുമെന്ന് തമാശ രൂപേണ കോടതി ഒരു കൂട്ടിച്ചേർക്കൽ കൂടി നടത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം കൃത്യമായി ഇത്തരം കേസുകളിൽ അതല്ലെങ്കിൽ ഇത് ഹണി റോസ് എന്ന് പറയുന്ന പ്രമുഖയായ നടി നൽകിയ കേസ് എന്നുള്ള പരിഗണനയ്ക്കപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾ ഇടുന്ന പോസ്റ്റുകൾക്ക് താഴെയുള്ള മോശം കമന്റുകളുമായി വരുന്ന ആളുകൾ, മോശം കണ്ടന്റുകൾ ഇടുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കുള്ള ഒരു നിർദ്ദേശം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു താക്കീത് കൂടിയാണ് കോടതി ഇത്തരത്തിൽ ഈ കേസിനെ പരിഗണിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേ കാര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷനും ആവർത്തിച്ചത്. പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: സമൂഹത്തിന് മോശമായ ഒരു മെസ്സേജാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആളുകൾക്ക് ജാമ്യം നൽകിയാൽ, അതല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന കേസുകളിൽ BNS 75(1), 75(4) ഈ രണ്ട് കേസുകളാണ്, ഈ രണ്ട് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് IPC അല്ല, ഭാരതീയ ന്യായ സംഹിതയാണ്. അതനുസരിച്ച് ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസുകളിൽ ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ മെസ്സേജ് നൽകുമെന്ന് ഇന്നലെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ബോബി ചെമ്മണ്ണൂരിന്റെ ബോഡി ലാംഗ്വേജ് കുറ്റക്കാരനല്ല, താൻ കുറ്റം ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ തനിക്ക് ഒട്ടും കുറ്റബോധമില്ല എന്ന് ഒട്ടും കൂസലില്ലാതെ രാവിലെ 5:45 നടത്തി ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും, ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരുന്ന സമയത്തും മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഇത്തരത്തിൽ തന്നെയാണ്. താൻ തെറ്റ് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് തനിക്ക് തോന്നുന്നില്ല, തനിക്ക് കുറ്റബോധമില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കമന്റ് ആയിരുന്നു, ആവർത്തിച്ച് പറയുന്ന ബോഡി ലാംഗ്വേജ് ആയിരുന്നു. ഒട്ടും കൂസലില്ലാതെ അദ്ദേഹം അവിടെ നിന്ന് കടന്നു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ആ കാര്യം കൂടി പോലീസ്, അതായത് നിയമത്തെ ഒട്ടും അനുസരിക്കുന്ന ആളായിരുന്നില്ല, അല്ലെങ്കിൽ നിയമം നൽകുന്ന ശിക്ഷയെ അല്പം പോലും വിനയമില്ലാതെ പുച്ഛത്തോടുകൂടി അങ്ങേറ്റം ധാർഷ്ട്യത്തോടുകൂടി ഈ ഒരു കേസിനെ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് അനുവദനീയമല്ല എന്നും പോലീസ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെയാണ്. മാത്രമല്ല, ഹണി റോസ് നൽകിയ രഹസ്യ മൊഴിയും നിർണായകമായിരുന്നു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്കുണ്ടായത്. ഉടനടി ഉണ്ടായിരുന്ന മൂവാണ് ഇന്നലെ വൈകുന്നേരം ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് നാളെ ജില്ലാ കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും ആലോചിച്ച ശേഷമായിരിക്കാം ഒരു പക്ഷേ, കാരണം ജില്ലാ കോടതി തള്ളിയാൽ ഇതേ 4 ദിവസം വീണ്ടും ആജ്ഞ രവീന്ദ്രനിലേക്ക് വരാം. ഇപ്പോൾ CN പ്രകാശ്, ന്യൂസ് 8ന്റെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഇപ്പോൾ കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ചില വാക്കാലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാദം, ഈ കേസിൽ ജാമ്യാപേക്ഷയിന്മേൽ എന്തെങ്കിലും രീതിയിലുള്ള വാദം ഉണ്ടായിരുന്നോ? കൂടുതൽ വാദം നടന്നില്ല. ജഡ്ജി എടുത്ത ഒരു സമീപനം എന്ന് പറയുന്നത്, ഇത് സാധാരണ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അതേ തലത്തിൽ തന്നെ മാത്രമേ പരിഗണിക്കാൻ കഴിയൂ, ഇതിന് എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി ഉള്ളത് എന്ന് പരിഹാസ രൂപേണ കോടതി ചോദിച്ചു. അപ്പോൾ ഇതിൽ നടന്നിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നാളെയും മറ്റന്നാളും അവധി കൂടി കണക്കിലെടുത്ത് ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കണം എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനായ മുതിർന്ന ക്രിമിനൽ അഭിഭാഷകൻ രാമൻപിള്ള കോടതിയിൽ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി ഇതിനുണ്ടോ എന്ന് ചോദിക്കുന്ന ഘട്ടമുണ്ടായി കോടതിയുടെ ഭാഗത്തുനിന്ന്. ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് സാധാരണ നടപടിക്രമത്തിന്റെ ഭാഗമായി പോലീസിന്റെ വിശദീകരണം തേടിയിട്ടേ പരിഗണിക്കാൻ കഴിയൂ എന്ന നിലപാടാണ് കോടതി എടുത്തത്. അങ്ങനെ ഈ കേസ് ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റി, പോലീസിന്റെ വിശദീകരണം തേടുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് ആവർത്തിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ രാമൻപിള്ള ആവശ്യപ്പെട്ടെങ്കിൽ പോലും ചൊവ്വാഴ്ച പരിഗണിക്കാം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒപ്പം തന്നെ പൊതുസമൂഹത്തിൽ ഒരു കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന വാക്കാലുള്ള പരാമർശം ജസ്റ്റിസ് DV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ 4 ദിവസം കൂടി അവിടെ വളരെ സേഫാണ്
ഹർജിക്കാരൻ ജയിലിൽ വളരെ സേഫാണ്, കമന്റ് ഒന്നും നടത്താതെ വളരെ സേഫാണല്ലോ എന്നും ചിരിച്ചുകൊണ്ട് ജഡ്ജി രാമപിള്ള അഭിഭാഷകൻ രാമപിള്ളയോട് ചോദിച്ചു. ഏതായാലും ഇനി മുതൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളാം എന്ന് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാമപിള്ള കോടതിയെ അറിയിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് CM പ്രകാശ്, നമുക്കറിയാം ഇനി ചൊവ്വാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ നടിയുടെ ഈ അധിക്ഷേപത്തിനിരയായ ഹണി റോസിന്റെ ഫേസ്ബുക്കിലെ വീഡിയോകളടക്കം പരിശോധിക്കണം, ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ പരിശോധിക്കണം. ആ വീഡിയോയിൽ നടി യാതൊരു രീതിയിലുള്ള അതൃപ്തിയും പ്രകടിപ്പിച്ചില്ല. മാത്രമല്ല ഈ ബോബി ചെമ്മണ്ണൂരിനെ പുകഴ്ത്തി സംസാരിക്കുക കൂടി ഉണ്ടായി തുടങ്ങിയ വാദങ്ങളൊക്കെ അവിടെ ഉയർത്തിയിരുന്നു. പക്ഷെ അത്തരം ശക്തമായ വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടും കടുത്ത തിരിച്ചടിയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുണ്ടായത്. ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോഴും സമാനമായ രീതിയിലുള്ള വാദഗതികൾ തന്നെ ആയിരിക്കുമോ ഈ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിയുടെ 164 എടുത്ത മജിസ്ട്രേറ്റ് തന്നെയാണ് എഫ്ഐആറിലൂടെ കേസ് വന്നപ്പോൾ ആ മജിസ്ട്രേറ്റ് തന്നെയാണ് ഈ 164 എടുത്ത അതേ മജിസ്ട്രേറ്റ് തന്നെയാണ് കേസും പരിഗണിച്ചത്, പോലീസിന്റെ എഫ്ഐആർ കേസും പരിഗണിച്ചത്. അത് നിയമവിരുദ്ധമാണ് എന്ന ഒരു കാര്യം കൂടി രാമപിള്ള കോടതിയിൽ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ നമുക്ക് ചൊവ്വാഴ്ച പരിഗണിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് വെറും ഒരു ജാമ്യാപേക്ഷ മാത്രമാണ്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന കാര്യം, ഈ എഫ്ഐആർ പോഷിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ലല്ലോ എന്നും കോടതി ഓർമ്മിപ്പിച്ചു. നേരത്തെ ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജാമ്യ ഹർജിയിൽ ഇത്തരം വാദങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാമ്യ ഹർജിയിൽ ബോബി ചെമ്മണ്ണൂർ ഈ വീഡിയോ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ കേസാണെന്ന് ബോബി ചെമ്മണ്ണൂർ ഈ ഹർജിയിൽ പറയുന്നു. പരാതിക്കാരിയുടെ ആക്ഷേപങ്ങൾ അടിസ്ഥാന വിരുദ്ധമാണ് എന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. പരാതിക്ക് ആധാരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുത്ത നടി തന്നെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. പരാതിയിൽ പറയുന്നതിന് വിപരീതമാണ് ചടങ്ങിൽ നടി പറഞ്ഞത്. ഇതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കുന്നുണ്ട്. പോലീസിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ആക്ഷേപം ഉയർത്തുന്നുണ്ട്. തന്നെ തടഞ്ഞു വെച്ചത് യൂണിഫോം ഇല്ലാത്ത പോലീസ് സംഘമായിരുന്നു. 24 മണിക്കൂറിനധികം സമയം തന്നെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു എന്നീ കാര്യങ്ങളും ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് CN പ്രകാശാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അഡ്വക്കേറ്റ് റെബിൻ വിൻസെന്റ്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് റെബിൻ വിൻസെന്റ് കൂടി തത്സമയം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് റെബിൻ വിൻസെന്റ്, ഈ കേസ് പരിഗണിക്കുന്നതിനിടെ, ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെ പ്രതിഭാഗം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം 164 എടുത്ത മജിസ്ട്രേറ്റ് തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത് അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരം ഒരു നിയമവിരുദ്ധമായിട്ടുള്ള നടപടി ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടോ? നോക്കൂ, ഇതിൽ ഒരു പ്രതിയുടെ അവകാശമാണ് റിമാൻഡ് ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം സമർപ്പിച്ച ഒരു ഹർജി അത് പരിഗണിക്കാതെ വസ്തുനിഷ്ഠമായ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് പ്രോസിക്യൂഷന്റെ എതിർപ്പിനെ ഗവനിച്ചുകൊണ്ട് അവയെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ആ കോടതി ഒരു തീരുമാനമെടുക്കുന്നു. സാധാരണഗതിയിൽ ഈ പഴയ IPC 354മായി ബന്ധപ്പെട്ട പുതിയ BNSSന്റെ വകുപ്പുകൾ ഉള്ള മാറ്ററുകളിൽ 3 വർഷം വരെയാണ് ശിക്ഷ കിട്ടാവുന്നത്. ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് ഈ ശ്രീമതി നടിയുടെ ഈ പരാതിയിലുള്ള കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് തന്നെ കരുതുക. വിക്ടിമിനൊപ്പം നിന്നുകൊണ്ട് പൊതുജന സമൂഹവും ഈ പോലീസും എല്ലാവരും പറയുന്ന ഈ കാര്യങ്ങൾ ശരി തന്നെയാണെന്ന് വെച്ചാലും മാക്സിമം ശ്രീ ബോബി ചെമ്മണ്ണൂരിന് ലഭിക്കാവുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് അത് 3 വർഷം മാത്രമാണ്. 3 വർഷം ശിക്ഷ വിധിക്കുന്ന കോടതികളിലെല്ലാം തന്നെ ഇന്ത്യൻ നീതിന്യായ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ആ പ്രതിയുടെ അവകാശമാണ് ഈ 3 വർഷം ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഹർജി ആ കോടതിയിൽ കൊടുത്തുകൊണ്ട് ശിക്ഷാവിധിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, ഏത് കോടതിയാണോ ശിക്ഷ വിധിക്കുന്നത്, മജിസ്ട്രേറ്റ് കോടതികളാണെങ്കിൽ അവ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, ലളിതമായി പറഞ്ഞാൽ ജാമ്യം നൽകിക്കൊണ്ട് അപ്പീൽ കോടതിയിൽ പോകാൻ അവസരം നൽകും. അപ്പോൾ 2 or 3 വർഷം എടുത്തുകൊണ്ട് ഇതിൽ വിചാരണ തന്നെ നടപടി പൂർത്തിയായാലും ബോബി ചെമ്മണ്ണൂരിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ 3 വർഷം മാത്രമാണെന്നിരിക്കെ അത്തരം ഒരു കേസിലാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് വസ്തുനിഷ്ഠമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ പ്രതിയുടെ അവകാശമാകുന്ന സുപ്രീം കോടതി പറയുന്ന ഒരു അവകാശമായി കാണേണ്ട ജാമ്യം ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ബോബിയുടെ അഭിഭാഷകൻ ഇനി അതിന്റെ മുകളിൽ അവർക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവർക്ക് സെഷൻസ് കോടതി, ജില്ലാ കോടതിയെ സമീപിക്കാം, ഓൾട്ടർനേറ്റീവായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാം. ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം ടുഡേ മൂവിംഗ് എന്ന രീതിയിൽ ഇന്ന് തന്നെ ആ കേസ് ഹൈക്കോടതിയിലെത്തുന്നു. അത് ജാമ്യങ്ങൾ പരിഗണിക്കുന്ന റോസ്റ്റർ ബെഞ്ചിൽ വരും. അതിൽ വാദം നടക്കും. അപ്പോൾ ഹൈക്കോടതിയിൽ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് സമർപ്പിക്കുന്ന ആ ഹർജിയിൽ അവർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലമൊക്കെ ആയിരിക്കും. അതായത് 3 വർഷം മാത്രം ശിക്ഷ അട്രാക്ട് ചെയ്യാവുന്ന, അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് IT വകുപ്പുകളും ഈ എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് റെബിൻ വിൻസെന്റ്, ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഹൈക്കോടതി കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത്ര അടിയന്തര പ്രാധാന്യത്തോടെ ഈ കേസ് പരിഗണിക്കേണ്ടതുണ്ടോ? ഒരു സാധാരണ കേസല്ലേ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേഷൻ അപ്രകാരമാണെങ്കിൽ ഹൈക്കോടതി ടുഡേ മൂവിംഗ് ആയി അവർക്ക് ഒരു അഡ്മിഷന് സാധ്യത നൽകുമ്പോൾ പോലും അതിന് പോലീസ് ഇൻസ്ട്രക്ഷൻ അഥവാ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റു രേഖകളും പബ്ലിക് പ്രോസിക്യൂട്ടറോട് കൊണ്ടുവരാനൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് അതിന് മറ്റൊരു തീയതി കൊടുത്തുകൊണ്ട് നൽകി പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് അത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ശ്രീ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ തുടരേണ്ടി വരും. ഇനി അടുത്ത ആഴ്ച ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചാൽ മാത്രമേ. റെബിൻ വിൻസെന്റ്, താങ്കൾ സൂചിപ്പിച്ചതനുസരിച്ച് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നിയമവിരുദ്ധമായ നടപടിയാണ് ഉണ്ടായതെങ്കിൽ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപാണ് സമാനമായ ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സ്ത്രീയുടെ ശരീരം വർണ്ണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ പോലും ലൈംഗിക അതിക്രമമായി കണക്കാക്കാമെന്നത്. അങ്ങനെയെങ്കിൽ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമല്ലേ, ഒരു വീഴ്ച, ഒരു തെറ്റല്ലേ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? തീർച്ചയായും ബോബിക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിലും സ്ത്രീത്വത്തിനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ആരോപണങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പോലും സ്വാഭാവികമായി കൊടുക്കുന്ന നീതിയാണ് ജാമ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ശ്രീമതി നടിയുടെ പരാതി സത്യസന്ധമാണെന്ന് തെളിയണമെങ്കിൽ അതിന് വിചാരണ നടക്കണം. വിചാരണ നടക്കാത്ത ഒരു ഘട്ടത്തിൽ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ അല്ലെങ്കിൽ തൊണ്ടിമുതലുകൾ ഹാജരാക്കേണ്ട കേസുകളിൽ സാക്ഷികളെ കൊണ്ട് തെളിവെടുപ്പിക്കുന്ന റിക്കവറി നടക്കേണ്ട ഈ കൃത്യത്തിന് ഉപയോഗിച്ച തൊണ്ടിമുതലുകൾ, മെറ്റീരിയൽ ഒബ്ജക്ട്സുകൾ ഹാജരാക്കേണ്ട കേസുകളിലൊക്കെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടു നടന്ന് നയിച്ചാനയിച്ച് പോയി അത്തരം സാധനങ്ങൾ കണ്ടെത്തേണ്ടതുള്ളൂ. ഈ കേസിൽ ഇത്തരം ആരോപണങ്ങളിൽ അത്തരം ഒരു വസ്തുത ഇല്ല. തൊണ്ടിമുതലുകളുടെ കണ്ടെത്തൽ എന്ന് പോലീസിന് പറയാനില്ല. മറ്റൊന്ന്, ഇത് കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ, പോലീസ് ഒരു ചോദ്യം ചെയ്യൽ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമുള്ള ഒരു ആരോപണങ്ങളുമല്ല. ഇതിൽ ഒരു വ്യക്തി ആരോപണം ഉന്നയിക്കുന്നു, ഇനി അത് മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കപ്പെടുക, വിചാരണയിലൂടെ തെളിയിക്കപ്പെടുക. അവിടെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ബോബിക്ക് അവകാശപ്പെട്ട ഒരു സ്വാഭാവിക നീതിയായിട്ടുള്ള ജാമ്യം മജിസ്ട്രേറ്റ് നിഷേധിക്കുന്നതിനെതിരെ, അദ്ദേഹത്തിന്റെ ആ റൈറ്റ് നിഷേധിക്കുന്നതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി വരുന്നത്. അതിനെയും നമുക്ക് ജാമ്യ ഹർജി എന്ന പേരിൽ തന്നെ പരിഗണിക്കാം. അപ്പോ ആദ്യം മജിസ്ട്രേറ്റ് കോടതി അത് തള്ളി. അതിന് വസ്തുനിഷ്ഠമായ കാരണങ്ങളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ബോബിക്ക് ഒരു ഊരാക്കുടുക്ക് വന്നത് കേവലം പൊതുജന മധ്യത്തിൽ നടിയുടെ പരാതി ഉയർത്തി കാണിക്കപ്പെട്ടത് ഒരു വർണ്ണിച്ചതിന്റെ അപാകതകൾ അല്ലെങ്കിൽ ആ വീഡിയോയിലെ കാര്യങ്ങൾ. പക്ഷേ നടിയുടെ പരാതിയിലെ ചില എലമെന്റ്സ് സെക്ഷൽ അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ ബോഡിലി അഡ്വാൻസ്മെന്റ്, ശാരീരികമായിട്ട് സ്പർശനം ഉൾപ്പെടെയുള്ള ഒരു അഡ്വാൻസ്മെന്റിനെ ധ്വനിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് മജിസ്ട്രേറ്റിന്റെ വിധിന്യായത്തിൽ പരിഗണിച്ച പോലീസിന്റെ റിപ്പോർട്ടിലൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പൊ അവിടെയാണ് പഴയ കോഡ് പ്രകാരം IPCയുടെ 354, ഇപ്പോഴുള്ള BNSSന്റെ കോഡുകളുടെ ഉപോത്ഫലകമായ വകുപ്പുകൾ പ്രകാരം ഈ സെക്ഷൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഗൗരവ പ്രാധാന്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നിരീക്ഷിച്ചിട്ടാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് കേട്ട് ശരിവെച്ചുകൊണ്ട് ആദ്യം ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും പ്രതിക്ക് ജാമ്യത്തിനുള്ള അവകാശം അല്ലെങ്കിൽ അതിന്റെ ഒരു സെക്കൻഡ് ചാൻസ് എടുക്കുകയാണ് ഒരു ബെയിൽ അപ്പീൽ എന്ന നിലയിൽ, ജാമ്യത്തിന്റെ ഒരു അപ്പീൽ എന്ന നിലയിൽ ജാമ്യ ഹർജി അവതരിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ന് അത് കേൾക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ച സ്ഥിതിക്ക് ഇന്ന് വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച, ഞായറാഴ്ച 3 ദിവസം 3 രാത്രികൾ കൂടി കാക്കനാട് ജയിലിൽ ശ്രീ ബോബി ചെമ്മണ്ണൂരിന് കഴിയേണ്ടി വരും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത ആഴ്ച റോസ്റ്റർ കോടതി ഹൈക്കോടതിയിൽ പരിഗണിക്കും. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് ഒരു ശാശ്വതമായ പരിഹാരം
ബോബിയുടെ വ്യക്തമാണ്. അഭിഭാഷകൻ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് റെബിൻ വിൻസെന്റ് പ്രതികരിച്ചതിന്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇനി 4 രാത്രി കൂടിയും ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ആജ്ഞ, ഈ കേസിൽ ഈ പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ, അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് മുൻപ് ഹണി റോസ് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ട്. അതായത് താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുമെന്ന്. അതാണ് തെളിഞ്ഞത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ആ കരുത്താണ് വ്യക്തമായത് ഈ കേസിൽ. ഹണി റോസ് പരാതി നൽകി 24 മണിക്കൂറിനകം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു. കോടതിയിലെത്തിയപ്പോഴും പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുമോ എന്ന്. പക്ഷെ അവിടെയും നിയമം വിജയിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ പണം തോറ്റു, പണത്തിന്റെ ഹുങ്ക് തോറ്റു. ഇതുപോലെ അതിക്രമത്തിന് ഇരകളാകുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു മാനസികമായി കരുത്ത് നൽകുന്ന നടപടിയല്ല ഇത്. തീർച്ചയായിട്ടും ടോം, കാരണം ഇതൊരു നല്ല മെസ്സേജാണ്. അത് വ്യക്തിപരമായി പറഞ്ഞാലും സമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ പറഞ്ഞാലും മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറഞ്ഞാലും ഇതൊരു നല്ല മെസ്സേജ് തന്നെയാണ്. അതിനൊരു തർക്കവുമില്ല. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കോടതി മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും, കാരണം ആ കോടതി മുറിയല്ല, അതായത് ഈ കേസ് പരിഗണിക്കുന്ന കോടതി മുറിയിൽ ഭയങ്കര തിരക്കായിരുന്നു, വലിയ തിരക്കെന്ന് പറഞ്ഞാൽ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് അസോസിയേഷൻ മുഴുവൻ ഇവിടെ ഇടിച്ചു തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യം. നമുക്കാർക്കും എന്താണ് ജഡ്ജ് പറയുന്നത്, പ്രോസിക്യൂഷൻ എന്താണ് പറയുന്നത് കേൾക്കാൻ പറ്റാത്ത അത്ര, മണ്ണ് നുള്ളിയിട്ടാൽ നിലത്ത് വീഴാത്ത അത്ര തിരക്കായിരുന്നു. അത്രയും വലിയ തിരക്കിന് മുന്നിൽ, അല്ലെങ്കിൽ അത്രയും വലിയ ഓഡിയനാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വിധിക്കായി കാത്തുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചത് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കും, ജാമ്യവും അവിടെ നിന്ന് പിന്നീട് ഒരു ഹർഷാരവത്തോടെ തിരിച്ചു പോകാമെന്നുള്ള വ്യാമോഹത്തോടു കൂടിയായിരിക്കാം ഒരു പക്ഷേ ആ ഒരു ഫാൻസ് അസോസിയേഷൻ പോലും അവിടെ തടിച്ചുകൂടിയിരുന്നത്. ആ ഒരു സാഹചര്യത്തെ മുഴുവൻ തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ഈ കാര്യത്തിൽ വിധിയുണ്ടായിരുന്നത്. അതുവരെയും, അതല്ലെങ്കിൽ പോലീസിന്റെ മൂവ് മുതൽ ഈ 48 മണിക്കൂർ ഇദ്ദേഹത്തെ ബോബി ചെമ്മണ്ണൂരിനെ ലോക്ക് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നവരെയും, അത് കഴിഞ്ഞും ഈ ഒരു വിധി വരുന്നത് വരെയും സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് ആണ് ഇതിൽ മുന്നോട്ട് നിന്നിരുന്നത്. അതല്ലെങ്കിൽ അതായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. നിയമം അനുശാസിക്കുന്ന എല്ലാ പരിരക്ഷയും ഒരു സ്ത്രീക്ക് നൽകും എന്ന് തന്നെ ആയിരുന്നു, എന്നുള്ള സന്ദേശം തന്നെയായിരുന്നു ഈ വിധിയിലൂടെ പുറത്തു വന്നത് കേട്ടോ. യെസ്, ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. 4 ദിവസം കൂടി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടക്കേണ്ടി വരും. അതായത് വലിയ കടുത്ത രീതിയിലുള്ള, വളരെ മോശപ്പെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ, ലൈംഗിക അധിക്ഷേപങ്ങളൊക്കെ ഈ കേസിൽ ഉണ്ടായതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ നടി ഹണി റോസിനെതിരായിട്ടുള്ള ലൈംഗിക അധിക്ഷേപ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഈ കോടതി, അതായത് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത നടപടിക്കെതിരെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതായത് ഇന്ന് തന്നെ ഈ കേസ് പരിഗണിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന് പ്രതിഭാഗം കരുതിയതാണ്. അതല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ തിങ്കളാഴ്ചയെങ്കിലും കേസ് പരിഗണിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതി പറഞ്ഞത് അത്ര അടിയന്തര പ്രാധാന്യം എന്താണ്, ബോബി ചെമ്മണ്ണൂരിന്റെ കേസല്ലേ ഇത്, ഇതുപോലുള്ള മോശമായ കമന്റുകൾ ഇടുന്നത് തെറ്റായിരുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ആജ്ഞ, ഈ കേസിൽ കാര്യമായ വാദങ്ങൾ ഉണ്ടായില്ല. പക്ഷെ എങ്കിൽ പോലും ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ, ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്, ഗൗരവമുള്ളതാണ്. അതായത് ഇതുപോലുള്ള പരാമർശങ്ങൾ, കമന്റുകളൊക്കെ ഇടുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളും പരാമർശവും ഒക്കെ ഇടുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ ഇത്? അതെ ടോം, തീർച്ചയായിട്ടും. കാരണം ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന പ്രശസ്തനായ, അല്ലെങ്കിൽ പ്രമുഖനായ ഒരു വ്യക്തി ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളോട് കൂടി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അനുകൂലിച്ച് അതിന് താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ ആ സമയത്ത് നിരീക്ഷണത്തിലാവുക, അല്ലെങ്കിൽ ഹണി റോസിന്റെ പോസ്റ്റുകൾക്ക് താഴെയൊക്കെ മോശം കമന്റ് ഇടുന്ന ആളുകൾ, ഇവരൊക്കെ 20ഓളം പേര് ആ സമയത്ത് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള കാര്യവും, അല്ലെങ്കിൽ 20ഓളം പേരെ
വ്യാജ ID ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന 20ഓളം പേരെ ആ സമയത്ത് പോലീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ വ്യക്തമായ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന പ്രമുഖന്റെ അല്ലെങ്കിൽ അയാളുടെ പ്രാമുഖ്യം കണക്കിലെടുക്കാതെ അയാൾ ചെയ്ത തെറ്റിന്റെ ഇന്റൻസിറ്റി കണക്കിലെടുത്ത് നിയമപരമായി തന്നെ അതിനെ നേരിടുക അല്ലെങ്കിൽ അതിനെ നിയമപരമായി തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു തലത്തിലേക്ക് മാറി എന്നുള്ള കാര്യം പ്രശംസനീയമാണ് എന്ന് വേണം എടുത്തു പറയാൻ. ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഇന്നു തന്നെ വന്നത് എന്താണ് എന്നാണ് ജഡ്ജി ചോദിച്ചത്. ഇത് അത്ര പ്രാമുഖ്യമുള്ള ഒരു കേസാണോ ഇത്? അതായത് പോലീസിന്റെ റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലും കോടതിയിൽ ജഡ്ജ് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഇതൊരു സാധാരണ നടപടിക്രമമാണ്. അതായത് പോലീസിന്റെ റിപ്പോർട്ട് തേടി എന്ന് പറയുമ്പോഴും അതിനോട് അനുബന്ധമായിട്ട് തന്നെ ജഡ്ജ് ഇങ്ങനെ പറയുന്നു, ഇതൊരു സാധാരണ നടപടിക്രമമാണ് എന്ന് തന്നെയാണ്. ഇങ്ങനെ അടിയന്തരമായി പരിഗണിക്കാൻ എന്ത് പ്രത്യേകതയാണ് ഈ കേസിനുള്ളത്? അത് ബോബി ചെമ്മണ്ണൂരിൻ്റെതല്ലേ എന്ന് പ്രതിഭാഗം വക്കീൽ ചോദിക്കുമ്പോഴും അതിലെന്താണ് പ്രത്യേകത എന്ന വീണ്ടും, അതായത് ഒരു പ്രാമുഖ്യവും അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പണത്തിന്റെയോ പണക്കൊഴുപ്പിന്റെയോ അയാളുടെ പ്രശസ്തിയുടെയോ അടിസ്ഥാനത്തിലല്ല നിയമം ഇക്കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്ന നടപടികളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നായാലും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നായാലും പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഒരു പക്ഷേ ഈ 48 മണിക്കൂറിനുള്ളിൽ ഇത്തരം അശ്ലീല കമന്റുകൾ ഇടുന്ന അല്ലെങ്കിൽ അശ്ലീല ചുവയോടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തന്റെ മാനസിക ആരോഗ്യമില്ലായ്മ വ്യക്തമാക്കിയ ഒരാളെ 48 മണിക്കൂറിനുള്ളിൽ പൂട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും ഹണി റോസ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ആജ്ഞയിലേക്ക് വരാം. ഇപ്പോൾ രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് തന്നെ ഈ കേസ് പരിഗണിക്കുമെന്ന് പ്രതിഭാഗം കരുതിയതാണ്. ഒടുവിൽ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള ആവശ്യപ്പെട്ടത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഒരു സാധാരണ കേസ് മാത്രം, ബോബി ചെമ്മണ്ണൂരിന്റെ കേസല്ല, അതിനപ്പുറം എന്താണ് ഇതിന് പ്രാധാന്യമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു സാധാരണ കേസ് മാത്രമായാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? സുപ്രീം കോടതി തന്നെ പല വിധിന്യായങ്ങളിലും പല കേസുകളിലും ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ, ബെയിലാണ് യഥാർത്ഥത്തിൽ നിയമം, ജയിലാണ് യഥാർത്ഥത്തിൽ എക്സെപ്ഷൻ എന്ന് സൂചിപ്പിക്കുകയുണ്ട്. നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന് മാത്രമല്ല എല്ലാവർക്കും ഫാസ്റ്റ് ജസ്റ്റിസ് കൊടുക്കണം, സ്വിഫ്റ്റ് ജസ്റ്റിസ് കൊടുക്കണം. നമ്മൾ വിശ്വസിക്കുന്ന തത്വസംഹിത തന്നെ ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് ജസ്റ്റിസ് എന്നാണ്. അതായത് ജസ്റ്റിസ് നീതി ഡിലേ ആകുകയാണെങ്കിൽ അത് നീതി നിഷേധം പോലെയാണ്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂറിന് മാത്രമല്ല സമാനമായ ഏതൊരു കേസിൽ പറഞ്ഞ വ്യക്തിക്കും ഒരു തമാശയോ ഒരു വ്യംഗ്യമോ പറഞ്ഞ് കേസ് വരുന്ന വ്യക്തിക്കും എത്രയും എളുപ്പം ആ ബെയിൽ ഹിയറിംഗ് കൊടുക്കണമെന്നുള്ളതാണ്. അത് ബോബി ചെമ്മണ്ണൂറിന് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും അത് കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ ന്യായം? അപ്പോൾ അത് ബോബി ചെമ്മണ്ണൂറിന് നിഷേധിക്കപ്പെട്ടത് ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ടോ, ബോബി ചെമ്മണ്ണൂർ ബിസിനസ്സുകാരനായതുകൊണ്ടോ, മറുഭാഗത്ത് ഹണി റോസ് ആയതുകൊണ്ടോ, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം കൊണ്ടോ അത് നിഷേധിക്കപ്പെട്ടത് കോടതി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എത്രയും എളുപ്പം ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടാൻ ഇടയുണ്ടാകട്ടെ എന്നാണ് പ്രതീക്ഷ. അല്ല, ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിനില്ല. ബോബി ചെമ്മണ്ണൂർ ഒരു സാധാരണ പൗരനാണ്. ആ രീതിയിൽ മാത്രമല്ല, പോലീസിന്റെ റിപ്പോർട്ട് 3 ദിവസത്തേക്ക് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കണ്ട ശേഷം, ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഈ കേസിൽ വിധി പറയാമെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും വിനയപുരസരം ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പോലീസ് ഈ റിപ്പോർട്ട് ചെയ്യാൻ ഇനി CBIയോ അല്ലെങ്കിൽ ഇന്റർപോളോ ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും TV കണ്ടതല്ലേ? എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടൊരു കാര്യത്തിന് ഇനിയും പോലീസ് അന്താരാഷ്ട്ര ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് എല്ലാവരും കണ്ട ഈ കാര്യം എന്താ ചെയ്യേണ്ടത് ഇനിയും പോലീസ് CBIയും ഇന്റർപോളോ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ സാങ്കേതികത്വം പറഞ്ഞ് ബോബി ചെമ്മണ്ണൂറിനെ കുറെ ദിവസം ജയിലിലിടണം എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുക്കാതിരുന്നാൽ മതി. അപ്പൊ ഈ ഒരു സാങ്കേതിക വാദത്തിന്റെ പേരിൽ കുറച്ചു ദിവസം ഇയാൾ ജയിലിൽ കിടക്കട്ടെ, ഒരു പാഠം പഠിക്കട്ടെ, കാശുകാരനല്ലേ, 2 ദിവസം ജയിലിൽ കിടന്നാൽ നമുക്കെന്തോ കൈയടി കിട്ടും എന്നാരും വിചാരിക്കാതിരുന്നാൽ മതി. ഇത് ഒരിക്കലും കോടതിയെ കുറിച്ചല്ല കേട്ടോ, പ്രോസിക്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തി പണത്തിന്റെ ഹുങ്കിൽ കാണിച്ച
ഒരു പരാമർശം, ലൈംഗിക അധിക്ഷേപം എന്ന രീതിയിലുള്ളൊരു ആക്ഷേപമാണ് വരുന്നത്. മാത്രമല്ല നമുക്കറിയാം ഈ ഹണി റോസ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ പരാതിയിലൊക്കെ അവരുടെ കുടുംബവും മാനസികമായി അനുഭവിച്ച ബുദ്ധിമുട്ട് ഇതും മറ്റുള്ളവരും അറിയണ്ടേ. കാരണം ഒരു തവണയല്ലല്ലോ ലൈംഗികമായ ചുവയോടുകൂടി സംസാരിച്ചത്, ആക്ഷേപിച്ചത്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആദ്യം കുന്തി ദേവിയോട് ഉപമിക്കുന്നു. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എത്ര തവണയാണ് ഈ ഹണി റോസിനെ സമാനമായ രീതിയിൽ ബോബി ചെമ്മണ്ണൂർ ആക്ഷേപിച്ചത്? ഹണി റോസിനും കുടുംബത്തിനും ഉണ്ടായ ആ വേദനയോട് പൂർണ്ണമായും കൂടെ നിൽക്കുന്നു. അവരുടെ വേദന കണക്കാക്കപ്പെടേണ്ടതാണ്. ബോബി ചെമ്മണ്ണൂർ ഞാൻ തന്നെ ഈ വാക്ക് പിൻവലിക്കണമെന്നും ക്ഷമ പറയണമെന്നും പറയുകയുണ്ടായി. അദ്ദേഹം TV ചാനലുകളുടെ മുമ്പിൽ അന്ന് കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പ് താൻ ഹണി റോസിനോട് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നുകൂടാത്തൊരു വാക്ക് വന്നു. അതിനെ ആരും ന്യായീകരിച്ചില്ല. അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരാൾ പോലും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്ക് ന്യായീകരിച്ചില്ല. അത് മറ്റൊരു നടിയെ ഉദ്ദേശിച്ചുള്ളതാണെന്ന വളഞ്ഞ വഴിയിലുള്ള ക്യാപ്സ്യൂൾ ഇറക്കിയില്ല. ഇത് ഷഫാഖ് നാസ് എന്ന ഹിന്ദി നടിയെ കുറിച്ചാണ് എന്നൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ആരും ഇറക്കിയില്ല. കാര്യം അവരാണ് കുന്തിയായിട്ട് മഹാഭാരതത്തിൽ അഭിനയിച്ചത്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയായില്ല. അതിന് ബോബി ചെമ്മണ്ണൂർ ഒരു പാഠം പഠിച്ചു. ബോബി ചെമ്മണ്ണൂറിന് അതിന് ക്ഷമ കൊടുക്കണം. കേരളീയ പൊതുസമൂഹത്തിന്റെ നിലപാട് ഇതാണ്. ആ പൊതുസമൂഹത്തിന്റെ നിലപാട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹണി റോസ് വലിയ കലാകാരിയാണ്. അങ്ങനെയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണ്ടേ? ഇന്നലെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു തനിക്കൊരു കുറ്റബോധവുമില്ല, താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ? അല്ല, അവിടെ ലീഗൽ സ്ട്രാറ്റജിയാണത്. ഞാനത് സത്യമായി 100% സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ TV ചാനലുകളിൽ വന്നതിന്റെ തലേ ദിവസം താൻ മാപ്പ് പറയാൻ തയ്യാറാണ്, ഹണി റോസിന് വിഷമമുണ്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറായ വ്യക്തിയാണ്. പക്ഷെ കോടതിയിൽ വരുമ്പോൾ ഒരുപക്ഷെ രാമപിള്ള സാർ അടക്കം പറഞ്ഞു കൊടുത്തു കാണും. അങ്ങനെ പറയുകയാണെങ്കിൽ കോടതിയിൽ കേസ് നമുക്കെതിരെയാവും, അല്ലെങ്കിൽ കേസ് കുറെ കൂടെ സ്ട്രോങ് ആവും. അത് ലീഗൽ ഡിഫൻസിന് ചേരുന്നതല്ല. ലീഗൽ സ്ട്രാറ്റജി രാമപിള്ള സാറൊക്കെ അടക്കമാണല്ലോ തീരുമാനിക്കുന്നത്. ഞാനത് സത്യസന്ധമായി പറയണം കേട്ടോ. ഇത് ചില ആൾക്കാർ തുറന്നു പറയില്ല. അപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആവുമെന്ന് പറഞ്ഞായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാടൊന്ന് ഭയപ്പെടുത്തിയത്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു എന്ന് ആരും മറക്കരുത്. മാപ്പ് പറയാൻ തയ്യാറായി അദ്ദേഹം മീഡിയയിൽ ഒന്ന് രണ്ട് മീഡിയയിൽ പറയുകയും ചെയ്തു എന്ന വസ്തുത നമ്മൾ ഈ അവസരത്തിൽ മറക്കരുത്. അതുകൊണ്ട് ആ മാപ്പ് സ്വീകരിക്കാൻ ഹണി തയ്യാറാകണം. ഹണി അന്ന് തയ്യാറായില്ല. ഹണി വിശാല മനസ്കത, ഹണി ഒരു വലിയ കലാകാരിയാണ്. ഹണി ഒരു വിശാല മനസ്കത ആ മാപ്പ് സ്വീകരിക്കാൻ തയ്യാറായി കാണിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു മാതൃക ഹണി കാട്ടണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. പക്ഷേ ഈ ഒരാളുടെ ഹണി റോസിനോട് മാത്രമല്ലല്ലോ ബോബി ചെമ്മണ്ണൂർ ഇതേ രീതിയിൽ പെരുമാറിയത്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ സ്ത്രീകളെ ബോബി ചെമ്മണ്ണൂർ, എത്രയോ യുവതികളെ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ലൈംഗിക ചുവയോടെ ആക്ഷേപിച്ചിട്ടുണ്ട്. സ്ത്രീകളെ മാത്രമല്ല, ആബാലവൃദ്ധം ജനങ്ങളെ ബോബി ചെമ്മണ്ണൂരോട് സംസാരിക്കുന്നവരൊക്കെ ഇതേ രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു. ഒരു തവണ കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ കിടന്നാലല്ലേ താൻ ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരു സ്വയം ബോധ്യമാവുകയുള്ളൂ. ശ്രീ രാഹുൽ ഈശ്വർ, അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് ഒരു റിക്വസ്റ്റേ ഉള്ളൂ. തെറ്റ് വേറെ, കുറ്റം വേറെ. തെറ്റ് അല്ലെങ്കിൽ റോങ് വേറെ, ക്രൈം വേറെ. ബോബി ചെമ്മണ്ണൂർ ചെയ്തൊരു തെറ്റാണ്, കുറ്റമല്ല, അഥവാ ക്രൈം അല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇതിനു മുമ്പ് തൃശൂർ പൂരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഹൈക്കോടതി 2 ദിവസം മുൻപ് സമാനമായ മറ്റൊരു കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി കാണിച്ച കാര്യമുണ്ട്. സ്ത്രീയെ ലൈംഗിക ചുവയോടെയോ അല്ലെങ്കിൽ അവരുടെ ശരീരം വർണ്ണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയാൽ അത് ലൈംഗികമായിട്ടുള്ള പീഡനമായി പോലും കണക്കാക്കേണ്ടതാണ് എന്ന്. അങ്ങനെയെങ്കിൽ അതൊരു കുറ്റകൃത്യം തന്നെയല്ലേ ബോബി ചെമ്മണ്ണൂർ ചെയ്തത്? സാഹചര്യം ചെറുതായി വ്യത്യാസപ്പെടുന്നത് ഇത് ബോബി ചെമ്മണ്ണൂർ ഒരു സ്ത്രീയോട് വ്യക്തിപരമായിട്ട് പറയുന്നതല്ലോ. ഒരു വേദിയിൽ സ്റ്റേജിന്റെയും ഇനോഗ്രേഷന്റെയും ഭാഗമായി ഒക്കെ പറയുന്നതല്ലേ. ഏതെങ്കിലും ഒരു സ്ത്രീയോട് പേഴ്സണലായ സ്പേസിൽ ഇരുന്ന് ലൈംഗിക ചുവയോടുകൂടി മറ്റൊരു കാര്യം സംസാരിക്കുന്നതല്ലോ. 100 കണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ 10 ഡസൻ കണക്കിന് ക്യാമറ നിൽക്കുമ്പോഴാണല്ലോ ബോബി ചെമ്മണ്ണൂർ അത് പറഞ്ഞത്. അതുകൊണ്ട് അതിലൊരു ചെറിയ വ്യത്യാസം നമ്മൾ കാണണം. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയായില്ല. പക്ഷേ 1 വർഷം ജയിലിലിടുന്നത് അന്യായമാണ്, അനീതിയാണ് നമ്മൾ മറക്കരുത്. 1 വർഷമാണ് 1 മിനിറ്റിന്റെ തമാശ പറഞ്ഞതിന് 1 വർഷം ജയിലിലിടുന്നത് തികച്ചും അനീതിയാണ് എന്ന് നമ്മൾ മറക്കരുത്. വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ആജ്ഞ, ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ഒരു നിമിഷത്തിലുണ്ടായ പിഴവ്, അതായത് കുറ്റമല്ല, ഒരു ചെറിയ തെറ്റ്, ആ തെറ്റിന് മേൽ ഇതേ രീതിയിൽ അദ്ദേഹത്തോട് കാണിക്കുന്നത് അനീതിയാണ്. 1 വർഷത്തോളം ഇങ്ങനെ ജയിലിൽ ഇടേണ്ട സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ 14 ദിവസത്തോളമൊക്കെ ജയിലിലിടേണ്ട, റിമാൻഡ് ചെയ്യേണ്ട സാഹചര്യമുണ്ടോ എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. ഒരു നിമിഷത്തിൽ ചെയ്ത ഒരു വാക്കാലുള്ള ഒരു പരാമർശത്തിൽ എത്രയോ നാൾ
ഹണി റോസും കുടുംബവും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയോ യുവതികൾ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അധിക്ഷേപത്തിന് ഇരകളായ എത്രയോ യുവതികൾ ഇപ്പോഴും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ മറുപടി. കാരണം രാഹുൽ ഈശ്വരനെ പോലെ സാമൂഹിക പ്രവർത്തനം കൈമുതലാക്കിയിട്ടുള്ള ആളുകൾ പോലും ഇതിനെ ഒരു നിമിഷത്തെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പിഴയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് വലിയ ഒഫൻസ് ആണ് എന്നൊരു ബോധ്യമാണ് സമൂഹത്തിന് ഈ ഒരു കേസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിധി കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നതാണ്. ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഹണി റോസ് അല്ല, നിരവധി സ്ത്രീകൾ അതുപോലെ പുരുഷന്മാരോട് സംസാരിക്കുമ്പോഴും ചെറിയ കുട്ടികളോട് ഞാൻ ഉദ്ദേശിച്ചത് പ്രായത്തിൽ അതായത് പ്രായപൂർത്തിയാകാത്തവരല്ലെങ്കിൽ പോലും ചെറിയ കുട്ടികളോ ആൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ പോലും ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളോടുകൂടി സംസാരിക്കുന്ന വീഡിയോകൾ ഈ കേസ് വന്ന ശേഷം എന്റെ തന്നെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, അല്ലെ എനിക്ക് തന്നെ ഷെയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ CP ജയകുമാർ സർ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഹണി റോസിന്റെ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പലരും നമ്മുടെ ഒരു മൊബൈൽ ഫോൺ വാച്ചിങ് അൽഗോരിതം അനുസരിച്ചുള്ള വീഡിയോകളാണല്ലോ നമുക്ക് ഷെയർ വരുന്നത്, സാധാരണയായി വരുന്നത്. അത്തരം വീഡിയോകളൊന്നും എനിക്ക് വന്നിരുന്നില്ല. അഡ്വക്കേറ്റ് CN പ്രകാശ്, ന്യൂസ് 8ന്റെ നിയമകാര്യ ലേഖകൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിലുള്ള ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിൽ ഒരു സാധാരണ പൗരൻ മാത്രമാണെന്ന് പറയുന്നു. എന്തൊക്കെയാണെന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന പൊതു തത്വമാണ് ഇവിടെ ഏറ്റവും പ്രത്യേകത. ഇത് ബോബി ചെമ്മണ്ണൂർ എന്താണ് അടിയന്തര പ്രാധാന്യമാണ് ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ കേൾക്കേണ്ടതിന് ഉള്ളത് എന്ന ചോദ്യം ആദ്യം തന്നെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉയർത്തി. ഇത് സാധാരണ എല്ലാ പൗരന്മാർക്കുമുള്ള പരിഗണന മാത്രമേ നൽകാൻ കഴിയൂ. ഒരു സ്പെഷ്യാലിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകതയും നൽകാൻ കഴിയില്ല. എന്ത് പ്രത്യേകതയാണ് ഇതിനുള്ളത് എന്ന് ചോദിച്ചു. സാധാരണ നടപടിക്രമം എന്ന് പറയുന്നത് ജാമ്യ ഹർജി വരുമ്പോൾ പോലീസിന്റെ വിശദീകരണം തേടുന്നതിന് വേണ്ടി ആ ഹർജി അയക്കുകയും 3 ദിവസത്തിന് ശേഷം ഹർജി വീണ്ടും പോലീസിന്റെ വിശദീകരണത്തോടു കൂടി തന്നെ പരിഗണിക്കുന്ന ഘട്ടമാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ 3 ദിവസത്തിന് ശേഷം പരിഗണിക്കാം എന്ന് പറയുന്നു. നാളെ ശനിയാഴ്ചയാണ് ഹൈക്കോടതി അവധിയാണ്, ഞായറാഴ്ചയും അവധിയാണ്, തിങ്കൾ ചൊവ്വാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. തിങ്കളാഴ്ച പരിഗണിക്കണം എന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമപിള്ള ആവശ്യപ്പെട്ടെങ്കിലും അത് കഴിയില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചു. ചൊവ്വാഴ്ച തന്നെ ഇത് പരിഗണിക്കാം എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ജാമ്യാപേക്ഷ വന്നാൽ 3 ദിവസത്തിനകം പോലീസിന്റെ മറുപടി നൽകാൻ സമയം നൽകാറുണ്ട്. ആ നടപടിക്രമം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സാധാരണയിൽ നിന്നും പോലീസിനോട് മറുപടി തേടുകയല്ലേ ചെയ്യാറുള്ളത് എന്നും ഹൈക്കോടതി ചോദിച്ചു. സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിൽ ഇല്ലെന്നും ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു. മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ ചില വീഴ്ചയുണ്ട് എന്ന വാദം അഭിഭാഷകരായിട്ടുള്ള രാമപിള്ള മുന്നോട്ട് വെച്ചു. കാരണം ഈ 164 എടുത്ത മജിസ്ട്രേറ്റിന്റെ മുന്നിൽ തന്നെ പ്രതിയെ പോലീസ് ഹാജരാക്കുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്ത് പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്ത നടപടിക്രമം അത് തെറ്റാണ്, നിയമപരമായി തെറ്റാണ് എന്ന വാദമാണ് രാമപിള്ള ഉയർത്തിയത്. പക്ഷെ അതെല്ലാം ഇത് ജാമ്യാപേക്ഷ മാത്രമല്ലേ, FIR പോസ്റ്റിംഗ് അല്ലല്ലോ എന്ന ആ നടപടിക്രമം അല്ലല്ലോ പരിശോധിക്കുന്നതെങ്കിലും നിങ്ങളുടെ വാദങ്ങൾ ചൊവ്വാഴ്ച വിശദമായി കേൾക്കാം എന്ന നിലപാട് കോടതി സ്വീകരിച്ചു. ഒരു വാക്കാൽ ഒരു പ്രധാനപ്പെട്ട കമന്റ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന ഒരു ചോദ്യം വാക്കാൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചു. ഇനി മുതൽ ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമപിള്ള പറയുകയും ചെയ്തു. വ്യക്തമാണ്. അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിനില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ജാമ്യാപേക്ഷ വന്നാൽ 3 ദിവസം പോലീസിന് മറുപടി നൽകാൻ സമയം നൽകും. അതാണ് ഹൈക്കോടതിയുടെ നടപടിക്രമം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മാമിയുടെ തിരോധാനത്തിൽ ദുരൂഹതയേറുന്നു. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത് കുമാറിനെയും ഭാര്യയെയും കാണാനില്ലെന്നാണ് പരാതി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദമാണ്, അവരുടെ മാനസിക പീഡനമാണ് തിരോധാനത്തിന് പിന്നിലെന്ന്
കുടുംബം ആരോപിക്കുന്നുണ്ട്. 7-ാം തീയതിയാണ് ലാസ്റ്റ് ഹാജരായത്. അപ്പോൾ അത് സിസ്റ്ററും കൂടി ചോദ്യം ചെയ്താണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഒരു ക്രിമിനൽസ് മൈൻഡ് അങ്ങനത്തെ ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്താ ചെയ്തിട്ട് വേണ്ടേ? ആദ്യമൊക്കെ ഞങ്ങൾ അന്വേഷണം പറഞ്ഞ് ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്താണുള്ളത്. രാത്രി ഞങ്ങൾ പോയിരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വീട്ടിലെത്തും. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഓരോ വിളിച്ചെന്ന് മുമ്പിൽ ക്രൈംബ്രാഞ്ച് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നത്. മാനസികമായിട്ടുള്ള കാരണം ഒരു വല്ലാണ്ട് യാഥാസിംഗ് ഉണ്ടല്ലോ പോലീസിന്റെ ഭാഗത്തുനിന്ന്. അവനങ്ങനെ ഒരാളല്ല. പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ പോലീസ് വരികയാണല്ലോ ഉച്ചയ്ക്കും പകലുമായിട്ട്. അപ്പം നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ ഒരു മാനസിക പ്രശ്നം ഉണ്ടല്ലോ. കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ രജിത് കുമാറും ഭാര്യയും നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം അവർ ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിരന്തരം ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ പോലീസ് നോട്ടീസ് നൽകി മാത്രമേ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാവൂ എന്ന ഉത്തരവ് നേരത്തെ രജിത് കുമാർ സ്വന്തമാക്കിയിരുന്നു. ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ക്രൈംബ്രാഞ്ച് തുടർച്ചയായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും മാനസികമായി പീഡിപ്പിച്ചതെന്നും കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മാമിയുടെ തിരോധാനത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതല്ലേ ഈ ഡ്രൈവറുടെയും ഭാര്യയുടെയും തിരോധാനം? ടോമോ 1.5 വർഷം മുമ്പാണ് മാമിയെ ദുരൂഹ സാഹചര്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നും കാണാതായത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് ആരംഭിച്ചെങ്കിലും പിന്നീട് എങ്ങും എത്താത്ത രീതിയിൽ അവസാനിക്കുകയായിരുന്നു. ഇതിനുശേഷം കുടുംബം പലതവണ പരാതികളുമായി മുഖ്യമന്ത്രി അടക്കം കണ്ടു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് DGP MR അജിത് കുമാറിനായിരുന്നു അതിന്റെ അന്വേഷണ മേൽനോട്ടം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷവും അന്വേഷണം എങ്ങും എത്തിയില്ല. പിന്നീടാണ് PV അൻവർ MLA ചില വെളിപ്പെടുത്തലുകൾ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ DGPയെ ചൂണ്ടിക്കാട്ടി നടത്തുന്നത്. ഇതിനുശേഷം വീണ്ടും കേസ് സജീവമാവുകയും കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഈ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിടുന്നു എന്ന ഒരു ഉത്തരവ് സർക്കാരിന് ഇറക്കുകയും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത് ഈ അന്വേഷണത്തിൽ ചില നിർണായക സൂചനകളിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയതായി ചില വിവരങ്ങളും പുറത്തു വന്നിരുന്നു. തുടർച്ചയായി ഈ അദ്ദേഹത്തിന്റെ മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത് കുമാറിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ രജിത് കുമാറിനെയും ഭാര്യയും കാണാതായിരിക്കില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 7-ാം തീയതി രജിത് കുമാറിനെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകി ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ ശേഷം പിന്നീട് അദ്ദേഹം അപ്രത്യക്ഷമാവുകയായിരുന്നു. കോഴിക്കോട് തന്നെയുള്ള KSRTCക്ക് എതിർവശത്തുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ ഈ ഭാര്യയും രജിത് കുമാറും താമസിച്ചിരുന്നു. അവിടെ നിന്നും 2 ദിവസത്തിന് ശേഷം റൂം വെക്കറ്റ് ചെയ്ത് പോവുകയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. നഗരത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെ മാത്രമാണ് രജിത് കുമാറിന്റെ വീടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഈ നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു എന്ന ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ തിരോധാനത്തിന് പിന്നിലെ ദുരൂഹത എന്നതാണ് ഇനി അനാവരണം ചെയ്യപ്പെടേണ്ടത്. നടക്കാവ് പോലീസിൽ കുടുംബം ഇതിനകം പരാതി നൽകിയിട്ടുണ്ട്. ഇരുവരെയും കണ്ടെത്തുകയോ ഇരുവരെയും കുറിച്ച് വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്യുന്നവർ പോലീസിന് വിവരം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നോട്ടീസും ഇറക്കിയിട്ടുണ്ട്. എന്തായാലും മാമിയുടെ കുടുംബവും ഈ കാര്യങ്ങളെ വളരെ ജാഗരൂകമായാണ് വിലയിരുത്തുന്നത്. കാരണം മാമി അപ്രത്യക്ഷമാവുന്നു. നേരത്തെ തന്നെ രജിത് കുമാറുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അനീഷ്, ഈ രജിത് കുമാറിന്റെ കുടുംബം വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അവർ ഈ പോലീസിന്റെ നിരന്തരമായിട്ടുള്ള ഈ മാനസിക പീഡനം കാരണം വീട്ടിൽ നിന്നും മാറി നിന്നു എന്നാണോ അവരുടെ സംശയം? അവരത്തരം ഒരു സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ അന്വേഷണങ്ങൾ പ്രധാനമായി ചോദ്യം ചെയ്ത വ്യക്തികളിൽ ഒരാൾ രജിത് കുമാറാണ്. 20 വർഷത്തിലധികമായി ഈ മാമിയോടൊപ്പം സന്തതസഹചാരിയായി നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഇദ്ദേഹം അറിയാതെ മാമി അപ്രത്യക്ഷമാവില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. ഈ ആദ്യ അന്വേഷണ സംഘം തന്നെ നിരന്തരം ചോദ്യം ചെയ്തപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ നോട്ടീസ് നൽകാതെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചരുത് എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഉത്തരവ് സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ നോട്ടീസ് പോലും നൽകാതെ അർദ്ധരാത്രിയിലും പുലർച്ചെയും ഒക്കെയായി വീട്ടിലെത്തുകയും രജിത് കുമാറിനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു എന്നൊക്കെ കുടുംബം പറയുന്നു. രജിത് കുമാറിന് പുറമെ അദ്ദേഹത്തിന്റെ കുട്ടികളെയും ഭാര്യയും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ രജിത്ത് ഇല്ല എന്നതിനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. കാരണം ഈ സംഭവത്തിന് ശേഷം 9-ാം തീയതി രജിത്തിനെ തിരക്കി ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ
റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മാമിയുടെ തിരോധാനത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് പോലീസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ മാമിയുടെ ഡ്രൈവറെയും ഭാര്യയെയും കാണാനില്ലെന്ന് കുടുംബം പറയുന്നുണ്ട്. പോലീസിന്റെ നിരന്തരമായിട്ടുള്ള മാനസിക പീഡനം കാരണം ഇരുവരും മാറി നിന്നതായിരിക്കാം എന്നൊരു സംശയമാണ് അവർ ഉന്നയിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.